കിട്ടി കേട്ടോ. കോഡ് സെറ്റ് കിട്ടി. നല്ല കിഡിലിനായിട്ടുണ്ട്. നല്ല സൂപ്പർ. ഇത്രയും ചെറിയ റേറ്റിൽ ഇത്രയും നല്ല തുണിയും ഇത്രയും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും പറഞ്ഞറിയിക്കാൻ പറ്റിയാൽ ഒരുപാട് താങ്ക്സ് ചക്കര ഉമ്മ. വെൽക്കം ബാക്ക് ടു സൗങ്ക. ഇന്നത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു വോയിസ് ആണ് കേട്ടോ. കാരണം മൊത്തത്തിൽ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകളും മെസ്സേജസൊക്കെ കിട്ടുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ചക്കര ഉമ്മ തിരിച്ചു കേട്ടോ. അതുപോലെ ഇത് ഒരാൾക്കുള്ളതല്ല, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഇതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ തരുന്നത്. നമ്മുടെ അധികം ഞാൻ ആരോടും നമ്മൾ ചോദിക്കാറില്ല ഫീഡ്ബാക്ക് തരണം അല്ലെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ ഇതേപോലെ മനസ്സ് നിറഞ്ഞു തരുന്ന ഫീഡ്ബാക്കുകൾ അത്രയും വാല്യുബിളാണ്, അത്രയും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവരോട് എല്ലാവരോടും സ്നേഹം അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അത് കോഡ് സെറ്റുകളാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു കോഡ് സെറ്റ് അല്ല, ഒരു ക്ലിയറൻസ് സെയിലെന്നോ അല്ലെങ്കിൽ ഒരു ഡാമേജ് സെയിലെന്നോ ഇതിലൊക്കെ പേരിട്ട് വിളിക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുള്ള കളക്ഷൻസ് ആണ്. അതേപോലെ തന്നെ അതിന് കുറച്ച് പോരായ്മകളും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ നല്ലൊരു ഓഫർ പ്രൈസിലുമാണ് നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാത്തൊരു വർഷം ചിലപ്പോൾ ഒരു പക്ഷേ ഇതായിരിക്കും. ഈ കൊല്ലമാണ് നമ്മൾ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഒന്നും കൊണ്ടുവരാത്തത്, അല്ലെങ്കിൽ വിഷു സ്പെഷ്യൽ ഒന്നും കൊണ്ടുവരാത്തത്. പക്ഷേ നമ്മൾ ഇത്തവണ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കോഡ് സെറ്റിലാണ്. അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ റേറ്റിന് മറ്റെവിടെയും കിട്ടാത്തൊരു റേറ്റിൽ കോഡ് സെറ്റുകൾ നിങ്ങൾക്ക് തരാൻ പറ്റുന്നതും. നമ്മളെല്ലാ മേഖലയിലേക്കും ഫോക്കസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ ഫോക്കസ് ചെയ്തേക്കുന്നത് കോഡ് സെറ്റുകളാണ്. പലർക്കും ഇതേപോലെ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ഒരുപാട് പേര് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ റിട്ടേൺ കസ്റ്റമേഴ്സാണ് ഉള്ളത്. അപ്പോൾ അത് തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയമായിട്ടാണ് കാണുന്നത്. കാരണം പുതിയ കസ്റ്റമേഴ്സിനെയൊക്കെ കൂടുതൽ റിട്ടേൺ കസ്റ്റമേഴ്സാണ് നമുക്കുള്ളത്. സ്റ്റിൽ വീഡിയോസിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വരെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ വിഷുവായിട്ട് വിഷു കളക്ഷൻസോ അല്ലെങ്കിൽ ഹാൻഡ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുള്ളത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ സ്മോൾ സൈസ് തൊട്ട് കളക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. കൂടുതലായിട്ടും സ്മോൾ, മീഡിയം, ലാർജ് സൈസുകാർക്കായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. XL, XXL സൈസുകാർക്ക് കുറവാണ് ഉണ്ടാവുക. 3ഉം 4ഉം 5ഉം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കോഡ് സെറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെറിയ സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ജോർജറ്റിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് കേട്ടോ. ഇതാണ് കളക്ഷൻ വരുന്നത്. ആഷ് കളറിൽ വന്നിട്ടുള്ള ഒരു ഫോക്സ് ജോർജറ്റിൽ ചെയ്തിട്ടുള്ള ലൈൻ കുർത്തിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഇതിൻ്റെ നെക്ക് പോർഷനിൽ വന്നിട്ടുണ്ട്. കട്ട് ബീഡ്സും സീക്വൻസും അതേപോലെ മിറേഴ്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതേപോലെ വരും. 46-47 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇതിനെന്തെങ്കിലും ഒരു പോരായ്മ ഫീൽ ചെയ്യാനുണ്ടോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളക്ഷൻ വരുന്നത്. ഇതിന് ചെറിയൊരു പോരായ്മയുണ്ട്. ഇത് വരുന്നത് ഇതിൻ്റെ ലൈനിങ്ങിലാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വന്നിട്ടുള്ളത് ഒരു ഇതേപോലെയാണ്. കറക്റ്റ് സെയിം ഷെയ്ഡിലല്ല നമ്മളിതിൻ്റെ ലൈനിങ് ഇട്ടിട്ടുള്ളത്. അതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പോരായ്മയായിട്ടുള്ളത്. പക്ഷേ നമുക്കത് കാണാനൊന്നും പറ്റില്ല. നമ്മളത് തുറന്ന് നോക്കിയാലേ ലൈനിങ് അറിയുള്ളൂ, അല്ലാതെ പുറമേ നോക്കിയാലൊന്നും അത് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, വേറെ കംപ്ലൈൻറ്റുകളൊന്നും തന്നെ ഈ ഒരു പ്രോഡക്റ്റിനില്ല. നമ്മളത് എടുത്ത് പറഞ്ഞു തരുന്നത് പിന്നെ ഇതൊരു പരാതിയായിട്ട് വരരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വരുവേ. സെയിം ഫാബ്രിക്കിൽ തന്നെ സെയിം ഷെയ്ഡിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ 3 ഹാൻഡ് വർക്കിലാണ് നമ്മുടെ ഈ ഒരു സെയിലിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു നെക്കിൽ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അടുത്തത് വരുന്നതും ലൈൻ തന്നെയാണ്. സെയിം പാറ്റേണിനൊന്നും ഡിഫറൻസ് വരുന്നില്ല. ആകെ വരുന്നത് ഹാൻഡ് വർക്കിനാണ് ചേഞ്ച് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം സെയിം രീതിക്കാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ വരും കേട്ടോ. നല്ല ഗോൾഡൻ കട്ട് ബീഡും അതേപോലെ നാഷ് കളറുള്ള കട്ട് ബീഡൊക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ്. അതേപോലെ തന്നെ യോക്കിലേക്കൊരു സ്കാറ്ററിങ്ങോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ്. നല്ല രാഷ് ഷെയ്ഡാണ്. എല്ലാവർക്കും സ്യൂട്ടായി പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണുകാർക്കും സ്യൂട്ടാകും.
ജോർജറ്റിൻ്റെ കുർത്തീസൊക്കെ ചോദിച്ച ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ്. ഈ ഒരൊറ്റ ഷെയ്ഡിൽ മാത്രമാണ് നമുക്ക് വരുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഹാൻഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് വർക്ക് വരുന്നത് ഇതാണ്. ഇങ്ങനെ വരും. ഇത് വേറെ ലുക്ക് ഇതേപോലെയാണ് കേട്ടോ വരിക. തേർഡ് വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ? ഇത് യോക്ക് പോർഷനിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ടൈപ്പ് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം നെക്കിൽ മാത്രമായിട്ട് വരും, ഒരെണ്ണം യോക്ക് ഏരിയയിലേക്ക് വരും, ഒന്ന് നെക്കിൽ യോക്കിലൂടെ സ്പ്രെഡ് ചെയ്ത രീതിക്ക് ആണ് വരിക കേട്ടോ. ഇതിലെല്ലാം മിറേഴ്സിൻ്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. നല്ല ഫ്ലയറിലൊക്കെ വന്നിട്ടുള്ള എയർലൈനാണ്. ആകെ ഇതിൽ വന്നിട്ടുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സെയിം കളർ ലൈനിങ് അല്ല വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് അറിയാനൊന്നും പറ്റില്ല. നമ്മളതകം നോക്കിയാലേ ലൈനിങ്ങിൻ്റെ കളറ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വേറെ വിഷയം. ഇത് ഓക്കെ ആയിട്ടുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇതേപോലെ വരുവേ. അപ്പോൾ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് XXL സൈസിൽ വരെയാണ് ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. XXL പീസ് കുറവാണ് കേട്ടോ. കൂടുതലായിട്ടും ലാർജ് മീഡിയം സൈസുകളിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത കളക്ഷൻ വരുന്നതും ഹാൻഡ് വർക്ക് കളക്ഷൻ തന്നെയാണ് വരുന്നത്. ഇത് നമ്മൾ ഇതിന് മുന്നേ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. സെയിം തന്നെ നമ്മളൊന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്തേക്കാണ് കേട്ടോ. ഇതേപോലെ വരും. കണ്ടില്ലേ? സ്ലബിൻ്റെ ഒരു ടൈപ്പ് ഓഫ് സ്ലബാണ് ഇതിൻ്റെ ഒരു ഫാബ്രിക് വരുന്നത്. അതിലിതാ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ലൈനിങ്ങിന്. കണ്ടില്ലേ? ഇതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. 3/4 സ്ലീവാണ് വരുന്നത്. ഒരു 44-45 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരിക. ഓക്കെ, സെയിം തന്നെ പീച്ച് ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഫ്ലവർ പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു വർക്ക് കൊടുത്തേക്കുന്നത്. ഇതേപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ക്രേപ്പിൻ്റെ ലൈനിങ് വന്നിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. തേർഡ് വൺ വരുന്നത് സെയിം പീച്ച് ഷെയ്ഡ് തന്നെ, പക്ഷെ നമുക്കതിൻ്റെ വർക്കിൽ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇതേപോലെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. 3/4 സ്ലീവ് വരുന്നുണ്ട്. ക്രേപ്പിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു റൗണ്ട് നെക്കിൽ ഹാൻഡ് വർക്കോട് കൂടി ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ലാർജ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു കളക്ഷൻ വലിയ സൈസുകളിലില്ല, ലാർജ് വരെ മാത്രമേ ഈ ഒരു സൈസ് വരുന്നുള്ളൂ കേട്ടോ. ഇവരുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോയിൽ ഒരു കളക്ഷൻ അവിടെ കാണിക്കാണ് കേട്ടോ. ഇത് കോട്ടൺ സിൽക്കിൻ്റെ ബുട്ടയുടെ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ്. ഇതേപോലെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് സ്മോള് മീഡിയം ലാർജ് സൈസുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വലിയ സൈസുകളിലില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 3ഉം 4ഉം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് മെയിനായിട്ട് സ്മോൾ തൊട്ട് XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. XXL സൈസുകളിൽ ജോർജറ്റിൻ്റെ കളക്ഷൻസ് ആണ് ഉണ്ടാവുക. അതിനുശേഷം കാണിച്ചതെല്ലാം നമുക്ക് ലാർജ് വരെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത്, റേറ്റാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ 2 പ്രൈസ് റേഞ്ചിലാണ് നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ജോർജറ്റിൻ്റെ ഹാൻഡ് വർക്ക് കുർത്തി 399 ഫ്രീ ഷിപ്പിങ്ങിലും, അതേപോലെ തന്നെ ഈ ഒരു ബുട്ടയുടെ സ്ലബിൻ്റെ ഹാൻഡ് വർക്കും വരുന്നത് 299 ഫ്രീ ഷിപ്പിങ്ങിലുമാണ്. അപ്പം നല്ലൊരു ചാൻസാണ്, മിസ്സാക്കണ്ട. ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 399 നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള കളക്ഷൻസാണ് അവൈലബിൾ ആക്കുന്നത്. 299 ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ ഹാൻഡ് വർക്ക് കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വിഷു സ്പെഷ്യലാണ്. അപ്പോൾ ഇനി ഹാൻഡ് വർക്ക് ഇല്ലെന്നുള്ളൊരു വിഷമം ആർക്കും വേണ്ട. അപ്പോൾ എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് നമുക്ക് കോഡ് സെറ്റുകൾ അവൈലബിൾ ആണ്. വിഷു വരെ മാത്രമേ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഡ് സെറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക്, അതായത് 499 രൂപ മുതലാണ് നമ്മുടെ കോഡ് സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മീഡിയം തൊട്ട് 5XL സൈസിൽ വരെ നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് വരാനുള്ള കളക്ഷൻസ് ആണ്. അപ്പോൾ എല്ലാ സൈസുകാർക്കും കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നാളെ മുതൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വിഷു വരെയാണ് 499 രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് റേറ്റ് ചേഞ്ച് വരും. കാരണം നിങ്ങൾക്കറിയാം, യുദ്ധമൊക്കെയാണ് നടക്കുന്നത്. എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റ് ബാധിച്ചിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ കോസ്റ്റ് ആയാലും, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആയാലും, പാക്കിങ്ങിൻ്റെ കവർ, അങ്ങനെയുള്ള എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടത് നമ്മുടെ പ്രൊഡക്റ്റിനെ ബാധിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റ് സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂട്ടുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ റേറ്റും കൂട്ടേണ്ട ഒരു അവസ്ഥയാണ് വന്നേക്കുന്നത്. വിഷു വരെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ 499 കളക്ഷൻസ് കിട്ടും. അതിന് ശേഷം റേറ്റിൽ വ്യത്യാസം വരും കേട്ടോ. പിന്നെ വെബ്സൈറ്റിൽ വഴിയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് കുറച്ചൊരു റേറ്റ് ചേഞ്ച് ആയിട്ടാണ് കിടക്കുന്നത്. 999 ആയിരിക്കില്ല കിടക്കുക, കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ആ റേറ്റിന് ഓക്കെ ആയിട്ടുള്ളവർ അങ്ങനെ പർച്ചേസ് ചെയ്തോളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മാസം പകുതിയോട് തൊട്ട് നമ്മളൊരു പ്രീ ബുക്കിംഗ് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കുറച്ചൊരു ഡിലേ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും തന്നെ നാട്ടിലൊക്കെ പോയേക്കാണ് ലേബേഴ്സ്. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതല്ല. അതിന് മുന്നേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് എല്ലാവർക്കും അയക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ആ ഒരു പ്രീ ബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഇലക്ഷൻ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ഒന്ന് വീഡിയോയിലൊന്ന് എടുത്ത് മെൻഷൻ ചെയ്ത് പറയാനും കേട്ടോ. കുറച്ച് ദിവസത്തോടെ ഒരു ഡിലേ വരും അതിൻ്റെ ഒരു ഡിസ്പാച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്ന് എടുത്തൊന്ന് പറയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളി കളക്ഷൻസ് ആണ്, നല്ല പ്രൈസ് റേഞ്ചാണ്. 299-നും 399-നൊക്കെയാണ് ഹാൻഡ് വർക്ക് കളക്ഷൻസ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, മറക്കണ്ട. അപ്പോൾ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം മറക്കണ്ട, ബാലൻസ് ആയിട്ടുള്ള കോഡ് സെറ്റുകളെല്ലാം നമ്മൾ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഗൂഗിളിലൊന്ന് സമങ്കാന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ബയോയിൽ ചെക്ക് ചെയ്താലും സമങ്കയുടെ ലിങ്ക് കിട്ടും, വെബ്സൈറ്റിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത 2 കളക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്മീ നീല ചിക്കൻ. ബൈ.